അണ്ണാമലയെ സംബന്ധിച്ചിട്ട് സംശുദ്ധ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം നോക്കുമ്പോഴത്തേക്ക് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രഷർ എന്താണ്? കേന്ദ്ര നേതൃത്വം പറയുന്നത് എന്താണ്? ADMK ആയിട്ട് കൂട്ടുകൂടാൻ വേണ്ടി നിർബന്ധിക്കുന്നു, TVK-യുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടി നിർബന്ധിക്കുന്നു, അല്ലെങ്കിൽ DMK-യുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടി നിർബന്ധിക്കുന്നു. DMK ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഘടകകക്ഷി ആണ് എന്നുണ്ടെങ്കിൽ തന്നെയും ഏത് സമയവും മറുകണ്ഠം ചാടാം. DMK-ക്ക് എന്നൊരു സ്ഥിരതയുള്ള പാർട്ടിയല്ല. DMK ഇതിനു മുമ്പും BJPയോടൊപ്പം ചേർന്നിട്ടുണ്ട്. ADMK-യും ഇതിനു മുമ്പ് BJPയോടൊപ്പം ചേർന്നിട്ടുണ്ട്. കോൺഗ്രസിനൊപ്പം കൂടുതൽ നാൾ ഘടകകക്ഷിയായിട്ടിരുന്നിട്ടുള്ള പാർട്ടി ADMK ആണ്, ജയലളിതയുടെ പാർട്ടിയാണ്. പക്ഷെ ഇന്ന് ജയലളിത ഇല്ല. അതുപോലെ തന്നെ ഇന്ന് ADMK-യുടെ ശക്തിയും സൂക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാമല എടുത്തിരുന്ന സ്റ്റാൻഡ് കറക്റ്റാണ്. അവിടെ ദേശീയ വികാരം ഉണർത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട അണ്ണാമലയ്ക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ അതിനെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. പവർ മേക്ക് മണി, മണി മേക്ക് പവർ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ അണ്ണാമലയെ പോലെയുള്ള ഒരാൾക്ക് ഒരിക്കലും തമിഴ്നാട് രാഷ്ട്രീയം പറ്റിയതല്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അണ്ണാമലയെ അവിടെ ഒരു സുപ്രഭാതത്തിൽ സിവിൽ സർവീസ് എന്നൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത കുറെ ആളുകളും തമിഴ്നാട്ടിലുള്ളത് BJPക്ക് അകത്തുണ്ട്.